ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്നാക്കായ ഫലാഫലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിലെ പരിപ്പുവടയുടെയൊക്കെ ഒരു അറബിക് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ചിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാകാറുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തഹിനി സോസിൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഫലാഫലും തഹിനി സോസും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫലാഫൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. ഞാനിവിടെ 1 കപ്പ് വെളുത്ത കടല എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഓവർനൈറ്റ് മാറ്റി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് അതിനൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു ദിവസം ഫുള്ള് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ കടല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിതിവിടെ ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കാരണം നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. ഞാനിതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചോപ്പറിലോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഒന്ന് പൊടിച്ചെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. അപ്പോൾ ചെറിയ ചോപ്പർ ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തത്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി, അത് നന്നായിട്ട് അരഞ്ഞ് വന്നോളും. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ പകുതി കടലയാണ് ആദ്യം പൊടിച്ചെടുത്തത്. ഇനി ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാം. ഈ കടല പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരമായിട്ട് മല്ലി പൊടിച്ചതും ചേർത്ത് കൊടുക്കാറുണ്ട്. 1 കപ്പ് പാഴ്സലി ഇല ചേർത്ത് കൊടുക്കാം. ഇത് മല്ലിയില പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട്. കുറച്ചുകൂടി കട്ടിയുള്ള ഇലയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഇലയ്ക്ക്. ഇപ്പോൾ നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പാഴ്സലി ഇലയാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കടല പൊടിച്ചെടുത്തതുപോലെ പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നനവുണ്ടാവും. നമ്മളിതിൽ സവാളയും ഇലകളും ഒക്കെ ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ കുറച്ച് നനവുണ്ടാവും. അപ്പോൾ ആ നനവ് മാത്രം മതി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ്. കടലമാവിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയും യൂസ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടലമാവോ മൈദയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫലാഫലിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. ടേബിൾ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിനെ ആക്കിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഞാനിവിടെ ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഈ ഒരു അളവിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫലാഫലും കൂടി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഫലാഫൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഒരു മീഡിയം ഹീറ്റിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് ഓരോ ഫലാഫലും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ ഇട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. നമുക്ക് ബാച്ചായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 4-5 മിനിറ്റ് മതിയാവും ഇത് ഫ്രൈ ആയി വരാനായിട്ട്. അതിന് പുറം ഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫലാഫലും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഇനി നമുക്ക് ഈ ഫലാഫലിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തഹനി സോസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തഹനി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതായത് എള്ള് അരച്ച് വരുന്നതാണ്, വെളുത്ത എള്ള് അരച്ച് വരുന്ന പേസ്റ്റാണിത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുത്താൽ മതി. നല്ല തിക്കായിട്ട് വരും, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ തഹനി സോസിൻ്റെ കൂടെ ഫലാഫൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.